കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇനി എടുക്കുന്ന അവസരങ്ങളിൽ നമ്മൾ ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും കൺട്രോൾ ചെയ്യുന്നത് വളരെ ബാലൻസോടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വാഹനം ഇടിക്കാതെ നമുക്ക് മുന്നോട്ടും ബൈക്കിലേക്കും എടുത്ത് വണ്ടി തിരിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എനിക്ക് നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഇപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ ഈ ഒരു വാഹനം രണ്ട് വണ്ടികൾക്കിടയിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നല്ല ടൈറ്റായിട്ടാണ് ഇപ്പോൾ വാഹനം പാർക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇത്തരത്തിലുള്ള ഒരു ചെറിയൊരു സ്പേസ് മാത്രമാണ് നമുക്ക് ഫ്രണ്ടിലുള്ളത്. അതുപോലെ തന്നെ ബാക്കിലേക്ക് നമുക്ക് നോക്കാം. ഈ ഒരു ഭാഗത്തുള്ള സ്പേസും ഏകദേശം ഒരടി അടുത്തോടുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്പേസിനിടയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു വാഹനം എളുപ്പത്തിൽ തിരിച്ചെടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 3 ക്യാമറ ഉപയോഗിച്ചാണ്. നിങ്ങൾക്ക് വെളിയിൽ നിന്നുള്ള ഒരു വിഷ്വൽ കാണാനായിട്ട് ഇതേ ഞാൻ ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഒരു വീഡിയോ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു ക്യാമറയിൽ നിന്നുള്ളൊരു വിഷ്വൽ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ ഫുഡ് പെഡലിൻ്റെ ഒരു വിഷ്വൽ നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഈ ഒരു ക്യാമറയിൽ നിന്ന് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇനി ഞാൻ ഇവിടെ വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്, ഇപ്പോൾ വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു സ്പേസിലാണ് നമ്മൾ വാഹനം പാർക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം വേണം വാഹനം മുന്നോട്ടും പിന്നോട്ടും എടുക്കണം. അതോടൊപ്പം തന്നെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന അവസരങ്ങളിൽ വണ്ടിയുടെ ബാക്ക് കൃത്യമായിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയണം, ഫ്രണ്ട് ജഡ്ജ് ചെയ്യാൻ കഴിയണം. അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ ബാക്ക് സൈഡ് ജഡ്ജ് ചെയ്യുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള റിയർ വ്യൂ മിറർ കൃത്യമായിട്ടും അറേഞ്ച് ചെയ്ത് വണ്ടിയുടെ ബാക്ക് പുറകിൽ കിടക്കുന്ന വാഹനത്തെ ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലെ മിറർ നിങ്ങൾ നോക്കുക. ഇപ്പോൾ എനിക്ക് ഈ ഒരു റൈറ്റ് സൈഡിലെ മിററിലൂടെ പുറകിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ ആ ഒരു എൻഡ് എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, എനിക്ക് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ബാക്കിൽ കിടക്കുന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ക്ലിയർ ആയിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഇനി എങ്ങനെ വണ്ടിയുടെ മുൻവശം ജഡ്ജ് ചെയ്യാം? അതായത് നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളുടെ വാഹനത്തിൻ്റെ വൈപ്പർ പോയിന്റും കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു ഭാഗത്ത് ബോണറ്റിൻ്റെ ആ ഒരു സൈഡ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്.